മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ? ഈ 7 ലക്ഷണങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങൾ അവനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഈ ഹറമിൽ മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ കൂലിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഹറമിൽ ആത്മഹത്യ ചെയ്തു, ഹറമിൽ വെച്ച്, ഹറം എന്ന് പറഞ്ഞാൽ വലിയ പവിത്രമായ സ്ഥലമല്ലേ, ഹറമിൽ വെച്ച് ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് ശിക്ഷയാണോ അതോ കൂലിയാണോ? എന്താണ് അതിൻ്റെ മറുപടി? പല സഹോദരിമാരും പ്രസവാനന്തരം മരണപ്പെടുന്നവരുണ്ട്, അതുപോലെ കുട്ടിക്ക് മുല കൊടുക്കുന്ന 2 വർഷത്തിൻ്റെ ഇടയിൽ മരണപ്പെടുന്നവരുണ്ട്, ഗർഭിണികളായ ആളുകൾ മരണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല മരണമാണോ അതോ ഒരു അപലക്ഷണമാണോ? എന്താണ് അതിൻ്റെ ഉത്തരം? നല്ല മരണം കിട്ടാൻ 2 ദുആ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ഈ ദുആ പഠിച്ച് നമ്മൾ നിത്യമായി അത് പറഞ്ഞാൽ, ദുആയിൽ ഉൾപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നമുക്കുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് പരിശോധിക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ, പല ഹദീസുകളിലുമായി വന്നിട്ടുള്ള നല്ല മരണത്തിൻ്റെ 7 ലക്ഷണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എന്താണെന്ന് വിശദമായി ചർച്ച ചെയ്യാം. മരണം അത് ഒരു നഗ്ന സത്യമാണ്. ഒരിക്കൽ മരണം ജീവിതത്തോട് ചോദിച്ചു വന്നാണ്. മരണം ജീവിതത്തോട് ചോദിച്ചു, ഓ ജീവിതമേ, നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ട് ജീവിതമേ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എന്നെ എല്ലാവരും വെറുക്കുന്നു? അതിൻ്റെ കാരണം എന്താണെന്ന് മരണം ജീവിതത്തോട് ചോദിച്ചപ്പോൾ ജീവിതം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ മധുരമുള്ള അസത്യമാണ്, നീയോ കയ്പുള്ള സത്യവുമാണ്. നീ സത്യമാണ്, എല്ലാവരും മരിക്കും, ഞാൻ അസത്യമാണ്, ഏത് സമയത്തും എന്നെ നഷ്ടപ്പെടാം, ജീവൻ നഷ്ടപ്പെടാം, പക്ഷെ മരണം അത് ഉറപ്പാണ്. അപ്പോൾ എന്നെ മധുരമുള്ള അസത്യമായ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, കയ്പുള്ള സത്യമാകുന്ന നിന്നെ എല്ലാവരും വെറുക്കുന്നു. നമുക്ക് 2 ഉറപ്പുണ്ട്. ഒന്ന്, നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ്. മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആരുമില്ല. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും മരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ മറ്റൊരു ഉറപ്പ് കൂടി നമുക്കുണ്ട്. എന്ത്? ഇന്ന് മരിക്കൂല. ഈ ക്ലാസ് കേൾക്കുന്ന ഈ ദിവസം ഞാൻ മരിക്കൂല എന്നുള്ള ഒരു ഉറപ്പ് കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ പറയാതെ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ 2ാമത്തെ ഉറപ്പ് നമുക്ക് വേണ്ട. 1ാമത്തെ ഉറപ്പിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ്. മരണമെന്നുള്ള സത്യം അത് ഉറപ്പാണ്, നഗ്ന സത്യമാണ്. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ 2 രൂപത്തിലായിരിക്കും മരിക്കുക. ഒന്നെങ്കിൽ ഹുസ്നുൽ ഖാത്തിമയുണ്ടാകും, അല്ലെങ്കിൽ സൂഉൽ ഖാത്തിമയുണ്ടാകും. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല മരണം, സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ചീത്ത മരണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും എല്ലാ സമയത്തും ദുആ രക്കണം. അല്ലാഹുവേ, എനിക്ക് ഹുസ്നുൽ ഖാത്തിമ, അതായത് നല്ല മരണം നീ നൽകണേ എന്ന് എല്ലാവരും ദുആ ചെയ്യണം. അതിനൊരു ദുആ ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ചു തരാം. എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എല്ലാ നമസ്കാരത്തിന് ശേഷവും, അതല്ലാതെ നമ്മളൊക്കെ എപ്പോഴാണോ ദുആ രക്കുന്നത്, ദുആ ചെയ്യുന്ന എല്ലാ ദുആയിലും ഈ ഒരു വാക്യം നിങ്ങൾ ഉൾപ്പെടുത്തണം. ഏതാണ് ആ വാക്യം? ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ എന്നാണ്. നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണാം. അത് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ.
അള്ളാഹുവേ, ഞങ്ങൾ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കരുത്. ചിലപ്പോൾ നമ്മൾ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയാം, ആർക്കും ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയാം, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാം. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും പിന്നെ അതിനുശേഷമുള്ളതെല്ലാം നഷ്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ഇറക്കുമ്പോൾ പറയുന്നത് അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന, എൻ്റെ അവസാനത്തെ വാക്യം അതെന്താവണം? ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു വാക്യം ആവാൻ എൻ്റെ നാവിന് നീ ശക്തി നൽകണം. എന്നിട്ട് നമ്മൾ ദുആ ഇറക്കുന്നു അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, തവഫനാ മുസ്ലിമീന, മുസ്ലിമീങ്ങളായി ഞങ്ങളെ നീ മരിപ്പിക്കണം. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ചേർക്കണം. ഈ ദുആ മറന്നു പോകണ്ട. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആ ദുആ എപ്പോഴും നമ്മൾ ഇത് മനപ്പാഠമാക്കണം. ഈ ദുആ എല്ലാവരും കാണാതെ പഠിച്ച് നമ്മുടെ മക്കളെ കൊണ്ടും പഠിപ്പിച്ച് എപ്പോഴും ദുആ ഇറക്കണം. ഇനി നമുക്ക് ഒന്നാമത്തെ നല്ല ലക്ഷണത്തിലേക്ക് പ്രവേശിക്കാം. നല്ല മരണത്തിൻ്റെ ലക്ഷണം. ഒരാൾ ഇങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് നല്ല മരണമാണ്, അയാൾ സ്വർഗത്തിലാണ് നമുക്ക് ഉറപ്പിക്കാം. ഒന്നാമത്തേത്, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നമുക്ക് കാണാം. നബി തങ്ങൾ പറയുന്നു, മൗത്തുൽ മുഅ്മിനി ബിഅർഖി ജബീൻ എന്നാണ്. എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ്റെ നെറ്റിത്തടം വിയർത്തിരിക്കുമെന്നാണ്. നെറ്റിത്തടം വിയർത്തിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. ഇനി പറയുന്ന ഈ ലക്ഷണങ്ങൾ, 7 ലക്ഷണങ്ങൾ, ഇത് നല്ല മനുഷ്യരിൽ ഉണ്ടാവണം. ഒരു കള്ളുകുടിയൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം തന്നെ, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. ഒരു കള്ളുകുടിയനായ മനുഷ്യൻ മരിച്ചു, കള്ളു കുടിച്ചുകൊണ്ട് മരിച്ചു, നോക്കുമ്പോൾ നെറ്റിത്തടമൊക്കെ വിയർത്തിരിക്കുന്നു. ആഹാ, നല്ല മരണം. നമുക്കങ്ങ് പറയാൻ പറ്റൂല. നല്ല മനുഷ്യർ നല്ല രൂപത്തിൽ ജീവിച്ച്, മുഅ്മിനായ മനുഷ്യർ നല്ല രൂപത്തിൽ, മുഅ്മിൻ ഒരു മുസ്ലിം നല്ല രൂപത്തിൽ ജീവിച്ച് അങ്ങനെ അവൻ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്തിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ്, അവൻ്റെ മരണം നല്ലതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമത്തേത്, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ മരിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഏതെങ്കിലും ഒരാൾ എവിടുന്നോ ആത്മഹത്യ ചെയ്തു വെള്ളിയാഴ്ച രാവിലെ, ആഹാ, ഇവൻ സ്വർഗത്തിൽ അല്ല. അങ്ങനെയല്ല. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല മനുഷ്യർ, നിസ്കാരമുള്ള, നോമ്പുള്ള, അതുപോലെ തന്നെ എല്ലാ ഹക്കിടപാടുകളും തീർത്ത് നല്ല ജീവിതം നയിച്ച ആളുകളാണ് കേട്ടോ, നല്ല ജീവിതം നയിച്ച ആളുകളാണ്. അപ്പോൾ രണ്ടാമതായി നബി തങ്ങളുടെ ഹദീസിൽ പറയുന്നു, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ശിക്ഷയും കൊടുക്കില്ല എന്നാണ്. ഒരു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ അഖാഹു അല്ലാഹു തആല ഫിത്നത്തുൽ ഖബർ. എന്താ? ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അവനെ സംരക്ഷിക്കുമെന്നാണ്. അല്ലാഹു ആ ഗണത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവ് മുതൽ, അതായത് വ്യാഴാഴ്ച ളുഹർ മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമ്മൾ പള്ളിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പള്ളിയിലെ ഉസ്താദുമാര് അവരുടെ നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ടുള്ള ദുആയിൽ ഒരു ദുആ പറയും. ഏതാണ് ആ ദുആ എന്നറിയോ? അതുകൂടി പറഞ്ഞു തരാം. അതും പഠിച്ചു വെച്ചാൽ വലിയ ഉപകാരമാണ്. ഏതാണ് ആ ദുആ? اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أمتنا في ليلة الجمعة أو في نهارها يا رب العالمين. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും. ഒന്നുകൂടി പറയാം. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أمتنا في ليلة الجمعة أو في نهارها يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളെ നീ മരിപ്പിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതിൻ്റെ രാത്രിയിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ എന്നാണ് അത് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തേത്, ഒരു മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ നല്ല മരണമാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ പിന്നെ അവൻ്റെ ഒരു കാര്യവും നോക്കണ്ട, അവൻ നേരെ സ്വർഗത്തിലാണ്. ഇനി ഇത് മാത്രമല്ല, ഇനി ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക. അതും ശരിയാണ്. ചില ആളുകൾ അല്ലാഹ് അല്ലാഹ്
അല്ലാ എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക. അതുമൊക്കെ നല്ല മരണത്തിന്റെ അടയാളങ്ങളാണ്. അപ്പൊ ഷഹാദത്ത് കലിമ എന്നാണ് ഇവിടെ ഉദ്ദേശം. ഒന്നുകിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയണം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു ദിക്ർ നമ്മൾ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പറയൽ പ്രത്യേകം സുന്നത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ചില ആളുകൾ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞൊക്കെ മരിക്കാറുണ്ട്. അതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ, അതായത് കലിമ പറഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു എന്നാണ്, പ്രവേശിക്കും എന്നല്ല, പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നാലാമത്തെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളിൽ നാലാമതായി പറയുന്നത് ഷഹീദായിട്ടുള്ള മരണമെന്നാണ്. ഷഹീദായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ കോമൺ ആയി നമ്മൾ ഷഹീദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുക, എങ്ങനെ ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുക, ധർമ്മസമരം ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജിഹാദ് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നബി തങ്ങളുടെ കാലത്ത്, അതിനുശേഷമുള്ള കാലത്തൊക്കെയാണ് ഒരുപാട് ധർമ്മസമരങ്ങൾ നടന്നതും അതുപോലെ ഷഹീദന്മാർ ഒരുപാടുണ്ടായതും ആ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു ജിഹാദിന്റെ കാലഘട്ടം ഉണ്ടാകുമോ ഇല്ലോ എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഷഹീദായി മരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആളുകൾ വന്ന് ചോദിച്ചു, നബിയെ, ഈ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റ് മരണങ്ങളുണ്ടോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റ് മരണങ്ങളുണ്ടോ? ഉണ്ട്. നബി തങ്ങളുടെ ഹദീസ്, പല ഹദീസുകളിൽ കാണാം, ഒരാള് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കായലിലേക്ക് ചാടിയിട്ട് മുങ്ങി മരിച്ചാൽ ആ ഷഹീദിന്റെ കൂലി കിട്ടില്ല, അവനിക്ക് ഇരട്ടി ശിക്ഷയാണ് അള്ളാഹു കൊടുക്കണേ. ആത്മഹത്യ ചെയ്തതിന്റെ ശിക്ഷയാണ് അള്ളാഹു താല കൊടുക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ, നിസ്കാരമുള്ള നോമ്പുള്ള നല്ല ആള്, അയാളിങ്ങനെ വള്ളത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പാലത്ത് കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ വീഴാൻ വലിയ ഇതൊന്നും വേണ്ടല്ലോ, ചിലപ്പോൾ കുളിക്കാൻ ഇറങ്ങിയതാവാം, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതാവാം. അങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിൽ മരണപ്പെട്ടു. അല്ലെങ്കിൽ എന്താ, ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ പ്രളയം വന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വെള്ളത്തിൽ പെട്ടുപോയി മരിക്കുന്ന നല്ല മനുഷ്യർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമെന്നാണ്. രണ്ടാമത്തേത് തീപിടുത്തത്തിൽ മരണപ്പെടുക. തീപിടുത്തത്തിൽ പെട്ടെന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ചു മരിച്ചു, കുക്കർ പൊട്ടിത്തെറിച്ച്, അതുപോലെ പെട്ടെന്ന് പൊള്ളലേറ്റു, അങ്ങനെയൊക്കെ സംഭവിക്കാം. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ അള്ളാഹു താല എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി അങ്ങനെ എങ്ങാനും ആർക്കെങ്കിലും മരണം അള്ളാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് റസൂലിന്റെ ഹദീസുകളിൽ കാണാം. പിന്നെ പ്ലേഗ് രോഗം, ഇന്നത് കുറവാണ്, ഇന്നത് കാണാറില്ല. പ്ലേഗ് രോഗം, ആ പ്ലേഗ് ബാധിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട് എന്നാണ്. അപ്പൊ ഇന്നത്തെ കാലത്തോട് നമ്മൾ നോക്കിയാൽ പ്ലേഗ് ഒരുപക്ഷെ ഇനി മടങ്ങി വന്നേക്കാം, അള്ളാഹു കാക്കുമാറാവട്ടെ. പ്ലേഗ് ഉണ്ട്, അതുപോലെ വസൂരി പോലെയുള്ള രോഗങ്ങൾ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൊറോണ, അതുപോലെയുള്ള പകർച്ചവ്യാധികളായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. അതായത് പ്ലേഗിന്റെ പ്രത്യേക ഒരു സ്വഭാവം പെട്ടെന്ന് പകരുമെന്നാണ്, മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് പിടിക്കുമെന്നാണ്. അപ്പോൾ ഈ കൊറോണയൊക്കെ അങ്ങനെയായിരുന്നു. കൊറോണ വന്ന് എത്രയോ ആളുകളാണ് മരണപ്പെട്ടത്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു തആല അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല മരണമാണ്, ഷഹീദിന്റെ കൂലി കിട്ടുന്ന നല്ല മരണമാണ് അള്ളാഹു തആല അവർക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. അള്ളാഹു ആ ഗണത്തിൽ അവരൊക്കെ, അങ്ങനെ ആര് ഏത് കുടുംബത്തിൽ നിന്നും ആരെല്ലാം ആ ഒരു അസുഖം വന്ന് മരണപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ എന്ന് ദ്വാരക്കുകയാണ്. നാലാമത്തേത് കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക. ഒരു ഭൂകമ്പം വന്നു, പെട്ടെന്ന് കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കെട്ടിടം തകർന്ന് അയാളുടെ ശരീരത്തിലേക്ക് വീണു, അല്ലെങ്കിൽ ഈ സ്ലാബൊക്കെ മുകളിൽ നിന്നും ഒരു സ്ലാബ് വീണ് മരണപ്പെടുക, അങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അയാളുടെ ശരീരത്തിൽ വീഴുക, അങ്ങനെ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക. അതിൽപ്പെട്ടതാണ് ഈ വാഹനത്തിൻ്റെ ഇടയിൽപ്പെട്ട് മരിക്കുക, അല്ലേ? ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ പോവാണ്, അപ്പോൾ ഒരു ബസ് ഇടിച്ചു മരിച്ചു. അതും നമുക്ക് ഒരുപക്ഷെ ഈ കെട്ടിടത്തിൻ്റെ ഇടയിൽപ്പെട്ട് മരിക്കുക എന്ന നിലയിൽ കൂട്ടാൻ പറ്റും. അങ്ങനെ കൂട്ടിയ ഉലമാക്കളുമുണ്ട്. അപ്പോൾ അങ്ങനെ വാഹനത്തിൻ്റെ, ബസ്സിൻ്റെ ഇടയിൽപ്പെട്ട് അടിയിൽപ്പെട്ടൊക്കെ മരിക്കുക. അതായത് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റാതെ വിഷമിച്ച്, മരണം തന്നെ വിഷമമാണ്, പക്ഷെ ആ മരണത്തിൻ്റെ അവസ്ഥ വളരെ വിഷമിച്ച് മരിക്കുക, അവന് ഷഹീദിൻ്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിരുന്നു, നമ്മൾ കണ്ടതാണ്, ഒരു ക്രെയിൻ അപകടം ഹറമിൽ വെച്ച് നടന്നു. അപ്പോൾ ഈ ഹജ്ജിനും ഉംറയ്ക്കും പോയ എത്രയോ ആളുകളാണ് അതിൻ്റെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടത്. അവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലമാണ്, യാതൊരു സംശയവുമില്ല. ഒന്നാമത് എന്താ, പുണ്യമായ സ്ഥലമാണ്, നല്ലൊരു സമയമാണ്, മാത്രമല്ല അതൊരു കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും.
അത് ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഷഹീദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അതുപോലെ ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട്, ഇപ്പോൾ ഹജ്ജിൻ്റെ ഉംറയുടെ ഒക്കെ ഉംറയുടെ അല്ല ഹജ്ജിൻ്റെ സീസണിലൊക്കെ ഒരുപാട് തിരക്കുകൾ വന്ന് എത്രയോ ആളുകളാണ് തിരക്കിൽപ്പെട്ട് മരിക്കുക. അപ്പോൾ അവർക്കും ആ ഒരു പ്രതിഫലമാണ്. അതുപോലെ മിനയിലൊക്കെ തമ്പിൽ തീപിടുത്തമുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്, അവർക്കൊക്കെ ആ പ്രതിഫലമാണ്. പിന്നെ ചില ആളുകൾ എനിക്ക് ഹറമിൽ മരിക്കണം, ഹറമിൽ മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹറമിൻ്റെ മൂന്നാമത്തെ നിലയിൽ, ആ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്നൊക്കെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ ശിക്ഷയാണ്. ഒന്ന്, ആത്മഹത്യ ചെയ്ത ശിക്ഷ; രണ്ട്, പരിശുദ്ധമായ ഹറമിനെ കളങ്കപ്പെടുത്തിയ ശിക്ഷ. രണ്ട് ശിക്ഷയാണ് അവനിക്കുള്ളത്. ചില ആളുകൾ അങ്ങനെ ഹറമിൽ പോയി മരിക്കണം, അതിനെന്ത് ചെയ്യണം? ഹറമിൽ പോയി മരിച്ചില്ല എങ്കിൽ ആത്മഹത്യ ഇങ്ങനെ ചെയ്തേക്കാം. ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ മണ്ടത്തരവും ശുദ്ധമായ പൊട്ടത്തരവുമാണ്. അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാനൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ അദാബിലേക്ക് പോകും. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹ് നമുക്ക് എപ്പോഴാണോ മരണം ഉദ്ദേശിച്ചത്, നല്ല മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം. അഞ്ചാമതായി പറയുന്നു, വയറ് സംബന്ധമായ രോഗി, വയറിൽ ക്യാൻസർ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ വയറ് സംബന്ധമായ, ഇപ്പോൾ വയറെന്ന് പറഞ്ഞാൽ എന്താ, കുടല്, അതുപോലെ കിഡ്നി, എല്ലാം അതിനകത്ത് വയറിൽ പെടുമല്ലോ. അങ്ങനെ വയറ് സംബന്ധമായ രോഗങ്ങൾ വന്ന് മരിച്ചവർക്കും അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്നാണ്. ഇനി അഞ്ചാമതായി റസൂല് പറയുന്നു, ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക. അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീഴുക, അതുപോലെ നോമ്പുകാരനായിട്ട് മരിക്കുക, അല്ലെങ്കിൽ ഹജ്ജിൻ്റെയും ഉംറയുടെയൊക്കെ ഇടയിൽ മരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിങ്ങനെ മരണപ്പെടുക, അല്ലെങ്കിൽ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാൽ ആ മരണം നല്ല മരണമാണെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബിമാരെ, അള്ളാഹു തആല ഒരാളെ കൊണ്ട് ഒരു നന്മ ഉപദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ഖൽബ് ശുദ്ധിയാക്കുമെന്നാണ്. കൽബ് ശുദ്ധിയാക്കുമെന്നാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ഈ കൽബ് ശുദ്ധിയാക്കുക? അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, അതായത് ഒരാൾക്ക് അള്ളാഹു തആല മരണം വിധിച്ചിട്ടുണ്ട്, നല്ല മരണം അള്ളാഹു അവന് വിധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യിപ്പിക്കും? അവൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും, ഇപ്പോൾ ഒന്ന് ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇന്ന് നോമ്പ് പിടിക്കാം. അങ്ങനെ നല്ല കാര്യം, സൽക്കർമ്മം ചെയ്യാൻ അവൻ്റെ മനസ്സിലേക്ക് അള്ളാഹു തോന്നലിട്ട് കൊടുത്തിട്ട് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു അവൻ്റെ റൂഹിനെ പിടിക്കുക. ഇത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. അള്ളാഹു ആ ഗണത്തിലേക്ക് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആറാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു പെണ്ണ് അവളുടെ പ്രസവാനന്തരം മരിക്കുക, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. പ്രസവാനന്തരം മരണപ്പെടുക. ഒരു ഹദീസിൽ കാണാം, ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ, ഹംല് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, കുട്ടിയെ വയറ്റിൽ ചുമക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ, പ്രസവാനന്തരം, അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം 2 വയസ്സുവരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കും. ആ പാല് കൊടുക്കുന്ന, അതായത് ഈ 3 ഘട്ടത്തിലും ഒരു നല്ല പെണ്ണ്, അതായത് നല്ല നിസ്കാരമുള്ള ദീനിയായ ഒരു പെണ്ണാണ് മരണപ്പെടുന്നതെങ്കിൽ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ വലിയ കൂലിയുള്ള കാര്യമാണ് എന്ത്, ഈ ഗർഭം ചുമക്കലും ഈ പ്രസവിക്കലും ഈ പാല് കൊടുക്കലൊക്കെ വലിയ നബി തങ്ങളുടെ ഹദീസ് പരിശോധിച്ച ഒരുപാടുണ്ട് പറയാൻ. അവർക്ക് ധർമ്മസമരം, ആ ഒരു സിറ്റുവേഷനിലൊക്കെ, ആ ഒരു 2.5 വർഷം 3 വർഷമൊക്കെ അവർക്ക് അള്ളാഹു തആല ധർമ്മസമരം ചെയ്യുന്നതിൻ്റെ കൂലി കൊടുക്കുമെന്നാണ്. അവർ ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അള്ളാഹു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലമായി അള്ളാഹു. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അവരുടെ പ്രസവവുമായി, ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകൾ അള്ളാഹു തആല ഇബാദത്തിൻ്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ആറാമത്തേത്. ഇനി ഏഴാമതായി പറയുന്നത് മുറാബിത്തിന്റെ മരണമെന്നാണ്. അത് ഈ കാലത്ത് ഇല്ല. മുറാബത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, പിന്നെ അപ്പോൾ ടെന്റ് കെട്ടിയിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെന്റ് കെട്ടിയിട്ട് അതിൽ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക. അതായത് യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, പക്ഷേ യുദ്ധം തുടങ്ങിയിട്ടില്ല, ആ ഒരു സമയത്ത് മരണപ്പെടുക. അത് നമുക്ക് ഖിയാസാക്കാം. അത് നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ, നിസ്കാരം തുടങ്ങിയിട്ടില്ല, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ബാങ്ക് വിളിച്ചു, ഇക്കാമത്ത് കൊടുത്തിട്ടില്ല, പള്ളിയിൽ വന്ന് വുളുവൊക്കെ എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ഫർദ് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലെങ്ങാനും മരണപ്പെട്ടാൽ അവൻ്റെ മരണം നല്ല മരണമാണ്. അതുപോലെ ഹജ്ജിന് പോയിട്ടില്ല,
ഹജ്ജിന് പോവാൻ എല്ലാം കൊടുത്തു, എല്ലാം ശരിയായി, ഹജ്ജിന് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അടുത്ത 22-ാം തീയതി ഹജ്ജിന് പോകും എന്ന് മനസ്സിൽ കരുതി നിയത്ത് വെച്ചിട്ടുള്ള ആ മനുഷ്യൻ അവൻ അതിൻ്റെ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ്റെ മരണം നല്ല മരണമാണെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇനി ഇതല്ലാത്ത കാരണങ്ങളും ഒരുപാട് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു 7 കാര്യങ്ങളാണ് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ മരിക്കുന്നതെന്ന് അറിയില്ല, നല്ല മരണം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കെലിമ ചൊല്ലിക്കൊണ്ട് ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ എഴുതുന്ന കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. അത് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ദുആ കരുതുന്നുണ്ട്. പിന്നെ അത് ദുആ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ അയക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ രക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകൾ നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. എല്ലാവിധ ഖൈറുകളും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, കടമാണ് ഉസ്താദെ, ഒരുപാട് ലക്ഷങ്ങൾ രൂപ കടമുണ്ട്, അതുപോലെ കടം കിട്ടാനുണ്ട്, കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധ സലാമത്തും എല്ലാവിധ സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. കെലിമ ചൊല്ലിയുള്ള നല്ല മരണം. അപ്പോൾ 2 ദുആ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതാരും മറന്നു പോവണ്ട. മനപ്പാടമാക്കാൻ പറ്റുന്നവർ വേഗത്തിൽ അത് മനപ്പാടമാക്കിയിട്ട് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മവും സ്വീകരിക്കട്ടെ. ആമീൻ. എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന